നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുകല്ലിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. പ്രദേശത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയും ഒരാളുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മൂത്തേടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. മൂത്തേടം നമ്പൂരിപ്പൊട്ടി കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. നിലമ്പൂർ മേഖലയിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു. ഇടിമിന്നലോടും ചെറിയ തോതിൽ കാറ്റോടും കൂടിയാണ് പല ഭാഗത്തും മഴ പെയ്തത്. വടപുറം മഞ്ചേരി റോഡിലും വടപുറം വണ്ടൂർ റോഡിലും മരങ്ങളുടെ കൊമ്പുകൾ പൊട്ടിവീണ് ഗതാഗത തടസ്സമുണ്ടായി. ജൻശിഷൻ സംസ്ഥാൻ മലപ്പുറം നടത്തുന്ന ഗോത്രാമൃത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. നിലമ്പൂർ താലൂക്കിലെ ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോളാണ് ലഹരി എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 35 ടീമുകളിലായി 320 യുവാക്കളാണ് പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. വാർത്തകൾ വിശദമായി. മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പോത്തുകല്ലിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. പ്രദേശത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയും ഒരാളുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സാഹചര്യത്തിൽ PV അൻവർ MLAയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുകയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒരുപാട് യോഗങ്ങൾ നമ്മൾ നടത്തിയതാണ്. ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് വീണ്ടും മഞ്ഞപ്പിത്തം വീണ്ടും നമുക്കൊരു ഭീഷണിയായി ഈ പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായും ഇത് കാണുന്നുണ്ട്. അതിൽ മലപ്പുറം ജില്ല ഈ രോഗികളുടെ എണ്ണത്തിൽ മുന്നിലൊന്നുമല്ല, നമ്മളതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്നാലും സർക്കാർ വളരെ ഗൗരവപൂർവ്വം ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ വളരെ അലർട്ടായി മുന്നോട്ട് പോവുകയാണ്. രോഗം നമ്മൾക്കാർക്കും തടയാൻ കഴിയില്ല, പക്ഷേ പകർച്ചവ്യാധികൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരു പരിധിവരെ നമുക്കത് തടയാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ജനപ്രതിനിധികളായ ഷെറോണ റോയ്, ഷാജി ജോൺ, സോമൻ പാർലി, തോമസ്, തങ്കകൃഷ്ണൻ, റുബീന കിണറ്റിങ്ങൽ, മുസ്തഫ പാക്കട, നാസർ സ്രാമ്പിക്കൽ, വിവിധ കക്ഷി നേതാക്കൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ എന്നിവർ സംബന്ധിച്ചു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാനും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 4 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 25ഓളം പേർക്കാണ് പോത്തുകലിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാൾ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗികളുമായുള്ള സമ്പർക്കവും ജാഗ്രത കുറവുമാണ് രോഗവ്യാപനത്തിന് ഇടയാക്കിയതെന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. മൂത്തേടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. മൂത്തേടം നമ്പൂരിപ്പൊട്ടി കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മൂത്തേടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. മൂത്തേടം നമ്പൂരിപ്പൊട്ടി കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. പുലർച്ചെ ശബ്ദം കേട്ട് മുറ്റത്തേക്കിറങ്ങിയ സുബീഷ് കണ്ടത് കാട്ടാന മുറ്റത്ത് നിൽക്കുന്നതാണ്. സുബീഷ് ഒച്ചയുണ്ടാക്കിയതോടെ വീട്ടുകാരും ചേർന്ന് ആനയെ ഒച്ചവെച്ച് നെല്ലിക്കുത്ത് വനമേഖലയിലേക്ക് ഓടിക്കുകയായിരുന്നു. നിരവധി വാഴകളും കമുകുകളും നശിപ്പിച്ചു. മുൻപ് പലതവണയായി 300-ലേറെ കമുകുകൾ നശിപ്പിച്ചതിനാൽ കൃഷിയിടത്തിന് ചുറ്റും സോളാർ വൈദ്യുതിവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് തകർത്താണ് ഇന്ന് പുലർച്ചെ കാട്ടാന എത്തിയത്. നിലമ്പൂർ മേഖലയിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു. ഇടിമിന്നലോടും ചെറിയ തോതിൽ കാറ്റോടും കൂടിയാണ് പല ഭാഗത്തും മഴ പെയ്തത്. വടപുറം മഞ്ചേരി റോഡിലും വടപുറം വണ്ടൂർ റോഡിലും മരങ്ങളുടെ കൊമ്പുകൾ പൊട്ടിവീണ് ഗതാഗത തടസ്സമുണ്ടായി. മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനരാരംഭിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് മഴ എത്തിയത്. വേനൽ ചൂടിൽ ജനങ്ങൾ വലയുന്നതിനിടയിലാണ് ശക്തമായ വേനൽ മഴ പെയ്തിറങ്ങിയത്.
വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. തുലാവർഷം നേരത്തെ തന്നെ നിൽക്കുകയും വേനൽമഴ വൈകുകയും ചെയ്തതോടെ നിലമ്പൂർ മേഖലയിൽ വ്യാപകമായ കൃഷികൾ കരിഞ്ഞുണങ്ങുകയും കുടിവെള്ളക്ഷാമം നേരിടുകയും ചെയ്യുന്നതിനിടയിൽ വേനൽമഴ എത്തിയത് കാർഷിക മേഖലയ്ക്കും ഉണർവേകും. നിരവധി പേർക്കാണ് നിലമ്പൂർ മേഖലയിൽ ഇക്കുറി സൂര്യാഘാതമേറ്റത്. വേനൽമഴ എത്തിയതിന് പുറമെ കാലവർഷവും നേരത്തെ എത്തും എന്നാണ് സൂചന. നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. ജൻശിഷൻ സംസ്ഥാൻ മലപ്പുറം ഗോത്രാമൃത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. നിലമ്പൂർ താലൂക്കിലെ ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോളാണ് ലഹരി എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 32 ടീമുകളിലായി 320 യുവാക്കളാണ് പങ്കെടുക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ വാഹകരായി ഇവരെ അണിനിരത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 3 ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായി കളി നടക്കും. 10,001 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം. 5,001 രൂപയും ട്രോഫിയുമാണ് റണ്ണേഴ്സ് അപ്പിന് നൽകുന്നത്. ഫൈനൽ മത്സരവും സമ്മാനദാനവും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ IM വിജയൻ നിർവഹിച്ചു. പഠിപ്പ് അതിനിടയിൽ മറക്കാൻ പാടില്ല. നമ്മുടെ അടുത്ത് കുറേ കാശും കുറേ വണ്ടി കാർ ആർക്കുകൂടെ പറ്റിച്ചുകൊണ്ട് പോകാം. പക്ഷെ വിദ്യാഭ്യാസം ഒരാൾക്ക് മോഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതിനോട് തന്നെ ഈ കളിക്കുന്നതിൻ്റെ ഇടവ തന്നെ നന്നായിട്ട് പഠിക്കുക. പിന്നെ സാറിനെ പോലെ ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കളിച്ചാലും ഏത് മേഖലയായാലും ഇപ്പോൾ കളിക്കുന്ന സ്പോർട്സ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും ബാസ്കറ്റ്ബോൾ ആയാലും പഠിക്കാനായിരിക്കും അത്രയും സഹായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബാക്കിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി കളിച്ച് നല്ല രീതിയിൽ ഞങ്ങളുടെ ഞാൻ പോലീസിലുള്ളപ്പോൾ തൃശ്ശൂരുള്ളപ്പോൾ വിജയൻ സാറുണ്ട്, IG വിജയൻ സാറ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തുകൂടെ ചോദിച്ചു. സാറേ ഡ്യൂട്ടിക്ക് വന്നതെന്ന്. അപ്പോൾ അവർ തന്നെ എയർ ക്യാമ്പിൻ്റെ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുറേ പിള്ളേർ വരുന്നത് അവരുടെ നീ കോച്ചിങ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനും വിനയനും ഉണ്ട്, പോലീസിലും വിനയനും കൂടി ക്യാമ്പ് നടത്തി. കാരണം എന്ത് വേറെ ഒന്നുമല്ല, കാരണം പിള്ളേർ പെട്ടെന്ന് നാശമായി പോകുന്ന സമയമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷെ ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ കൊല്ലം കൂടെ ആ ക്യാമ്പ് നടത്തുന്നു. 10-12-13 വർഷമായി. PV അബ്ദുൽ വഹാബ് MP അധ്യക്ഷത വഹിച്ചു. JS ഡയറക്ടർ V ഉമ്മർ കോയ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നികീഷ് AR, ITDP പ്രൊജക്ട് ഓഫീസർ C ഇസ്മായിൽ, പ്രൊജക്ട് കോർഡിനേറ്റർ നിഖിൽ K, ഫീൽഡ് കോർഡിനേറ്റർ സുനിൽ, സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. അതേ ദിവസം രാവിലെ 8-നും വൈകിട്ട് 3-നും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. കരിപ്പൂരിൽ നിന്നും 10,430, കൊച്ചിയിൽ നിന്നും 4,273, കണ്ണൂരിൽ നിന്നും 3,135 തീർത്ഥാടകർ യാത്ര തിരിക്കും. ബംഗളൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്നും 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജൂൺ 9 വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും. ജൂലൈ 1 മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്. ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഹജ്ജ് ഹൗസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ്. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൗസിന്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുവാൻ കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കും.
ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തേണ്ടത്. ക്യാമ്പിന്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൌസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എയർപോർട്ട് അതോറിറ്റി, എമിഗ്രേഷൻ, കസ്റ്റംസ്, CISF, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, PRD, റെയിൽവേ, KSRTC, RTO, KSEB, വാട്ടർ അതോറിറ്റി, BSNL, PWD, റോഡ്സ്, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കണ്ണൂർ, എറണാകുളം ജില്ലാ ഭരണകൂടങ്ങളിലെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PTA റഹീം MLA, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, ഉമർ ഫൈസി മുഖം, ഡോക്ടർ IP അബ്ദുസലാം, KP സുലൈമാൻ ഹാജി, മുഹമ്മദ് ഖാസിം കോയ പൊന്നാനി, PP മുഹമ്മദ് റാഫി, PT അക്ബർ, ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. സ്വത്വബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ ചുങ്കത്തറ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉണർവ് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പൂർവ്വ നേതൃ സംഗമം സംഘടിപ്പിച്ചു. ചുങ്കത്തറയിൽ നടന്ന നേതൃ സംഗമം STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT കുഞ്ഞാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ഓരോ യൂണിറ്റിലും സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് പുതിയ നേതൃത്വത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. പഴയകാല പാർട്ടി പ്രവർത്തകരുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവച്ച് പുതിയ തലമുറയ്ക്ക് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള ചർച്ചകളാണ് പൂർവ്വ നേതൃസംഗമത്തിൽ നടന്നത്. എല്ലാവരും പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ നടത്തുവാനും ചുങ്കത്തറ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നഫ്സാദ് കൂട്ടായി അധ്യക്ഷത വഹിച്ചു. കൊമ്പൻ ഷംസുദ്ദീൻ, CH അബ്ദുൽ കരീം, പറമ്പിൽ ബാവ, പുത്തലത്ത് മാനു, ഇസ്മായിൽ ഹാജി, ലുഖ്മാൻ എടക്കര, അംജിത് ചീരക്കുഴി, ചെമ്മല മുഹമ്മദ് ഹാജി, അബൂബക്കർ കുട്ടായി, ജാഫർ പുത്തൻപീടിക, ബാലൻ ചുങ്കത്തറ, ഇസ്മായിൽ ഒടക്കൽ, കാവാട് ബഷീർ, അജ്മൽ കൈതക്കോടൻ, ഹക്ക് കൊല്ലേരി, ഷബീർ ചങ്കരത്ത്, സീനത്ത്, നൌഷാദ്, ഷംജാസ്, റമീസ് എടക്കര, ഷമീർ കൊമ്പൻ, VT മാനു എന്നിവർ സംസാരിച്ചു. യൂത്ത് ലീഗ് ട്രഷറർ ഷഫീഖ് പരോളി സ്വാഗതം പറഞ്ഞു. അഷ്റഫ് തെച്ചിയോടൻ, ഷരീഫ് താലകത്ത്, മുഫീദ് വാടിയിൽ, റഫീഖ് കൊളപ്പറ്റ, നൌഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംസ്ഥാന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്കായി കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല പരിപാടി നിലമ്പൂർ BRCയിൽ നടന്നു. മേഖലയിലെ 39 സ്കൂളുകളിൽ നിന്നായി +2 പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഓറിയന്റേഷൻ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും കഴിവിനും ലഭിച്ച സ്കോറിനും അനുസരിച്ച് ലഭ്യമാവുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന റിസോഴ്സ് അധ്യാപകരായ സീന KP, വിൻസെന്റ് ഈപ്പൻ എന്നിവർ മറുപടി നൽകി. CGAC വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ PK വിനോദ് സ്വാഗതവും നെഹ്ന നന്ദിയും പറഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അകാലത്തിൽ നിര്യാതനായ കാരപ്പുറം മെഗാ സ്റ്റുഡിയോ ഉടമയും ഫോട്ടോഗ്രാഫറുമായ സലീം ബാബു അനുസ്മരണവും സാന്ത്വനം കുടുംബസഹായ നിധിയും സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണവും നടത്തി. AKPA നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര വ്യാപാര ഭവനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാന്ത്വനം കുടുംബസഹായ നിധി വിതരണം AKPA ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ നിർവഹിച്ചു. സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണം സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ റിനി നിർവഹിച്ചു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാനു ഞെട്ടിക്കുളം അധ്യക്ഷനായി. സലീം ബാബുവിനെ അനുസ്മരിച്ച് ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ, ഗഫൂർ റിനി, KVBES യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ്, AKPA ജില്ലാ PRO സുരേഷ് ചിത്ര, സാം കോശി, തോമസ് കോശി, സന്തോഷ് മുദ്ര, മനു പ്രദീപ്, സയാം ക്ലാസിക്, നിസാർ മരുത, ഹോഷ്മിൻ, ഫെമീർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി നിഷാദ് കൊടിക്കാരൻ സ്വാഗതവും ട്രഷറർ വിശ്വനാഥൻ അതുല്യ നന്ദിയും പറഞ്ഞു. നിലമ്പൂർ മേഖലയിലെ ആദിവാസി ഊരുകളിൽ നിന്ന് ഈ വർഷം നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് നേടിയ 3 വിദ്യാർത്ഥികളായ അഭിഷ്ണ, അനന്യ, നിയ വിനയൻ എന്നിവരെ ജൻശിഷൻ സംസ്ഥാൻ ആദരിച്ചു. PV അബ്ദുൾ വഹാബ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നൈപുണ്യ മന്ത്രാലയത്തിലെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ പോൾ ടി ആന്റണി, JSS ബോർഡ് അംഗങ്ങൾ, JSS ഡയറക്ടർ V ഉമ്മർകോയ, പ്രോഗ്രാം ഓഫീസർ C ദീപ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നിലമ്പൂർ മർച്ചന്റ്സ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സെമിനാർ നടത്തി. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ CB പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നു, അതായത് സഹകരണ സംഘത്തിൻ്റെ ലാഭത്തിൽ നിന്ന് ലഭിക്കുന്ന മിച്ചം വരുന്ന ലാഭം വീണ്ടും വിഭജിച്ചുകൊണ്ട് പൊതുജന്മ ഫണ്ടായിട്ടും മറ്റും വീണ്ടും ജനങ്ങളിലെ ആവശ്യങ്ങൾക്ക് തന്നെ വീതം വെച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് പത്രത്തിൽ കാണുകയുണ്ടായി, പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം ഈ 23-24 വർഷം 1,42,000 കോടി രൂപയാണ് ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭമാണ്. എന്നാൽ ഈ സഹകരണ സ്ഥാപനങ്ങൾ അവരെ പോലെയല്ല, നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കും മൂലയിലും ചെറിയ ചെറിയ സംഘങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ സാമ്പത്തികത്തിൻ്റെ ഏറ്റവും നട്ടല്ലായി പ്രവർത്തിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് U നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് M ബാലകൃഷ്ണൻ, മികച്ച ഇടപാടുകാരൻ T ജാവിദ്, മികച്ച കർഷകൻ P ബാബുക്കുട്ടൻ, മികച്ച അയൽക്കൂട്ടമായ കല്ലേമ്പാടം ശ്രീ പല്ലവി അയൽക്കൂട്ടം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. E ഇബ്രാഹിം മുഖ്യാതിഥിയായി. N പ്യാരിലാൽ വിഷയാവതരണം നടത്തി. I അലവി, MP മോഹനചന്ദ്രൻ, കൗൺസിലർ ഡേസി ചാക്കോ, K വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി PS സാലു സ്വാഗതവും V ശിവദാസ് നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.